ബാലഗോപാലിന് ഒരു A+ എഴുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ വലിയ തോതിൽ നമ്മൾ ഈ കേട്ടിരുന്ന ധൂർത്തും കടക്കണിയും അതല്ല നമ്മൾ കേട്ടത്. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളുടെയും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാനങ്ങൾക്ക് ടാക്സ് നികുതി വരുമാനം ഏർപ്പെടുത്താനുള്ള അവന്യൂസും വളരെ കുറവാണ്. ആൾമോസ്റ്റ് ഇല്ല, 2 ഏരിയ മാത്രമേ അത്രേ ഉള്ളൂ. അപ്പം സംസ്ഥാനങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായിച്ചേ പറ്റൂ. ഈ പണം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞേ പറ്റൂ. പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.28 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ബഡ്ജറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ 2.4 നമുക്ക് കിട്ടിയുള്ളൂ. ഇത് നമ്മളുടെ അവകാശമാണ്. അപ്പോൾ 2.4 കാര്യത്തിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫിനാൻസ് കമ്മീഷൻ്റെ ഫൈനൽ അവാർഡാണ്. പക്ഷേ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ അത് വേണ്ടെന്ന് വെക്കാനാണോ ശ്രീ സതീശൻ്റെ തീരുമാനം? ഈ 14,000 കോടി രൂപ വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതല്ലല്ലോ അത് ശരി. ഇതിൻ്റെ കണക്ക് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം നിന്ന് ഈ പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. ഇതിങ്ങനെ കടമാണ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന ന്യായമായ അവകാശങ്ങൾ കുറവ് വന്നതുകൊണ്ട് കൂടിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പൊളിറ്റിക്കലായിട്ട് പറയാം സംസ്ഥാന സർക്കാരിന്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ സംസ്ഥാന സർക്കാർ ധൂർത്ത് നടത്തി എന്ന് പറഞ്ഞതിൻ്റെ കണക്ക് വല്ലതും വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മളതൊന്നും കാര്യമായിട്ട് കണ്ടില്ല. അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് കഷ്ടിച്ച് ശരിക്കും പറഞ്ഞാൽ ബാലഗോപാലിന് ഒരു A+ എഴുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ വലിയ തോതിൽ നമ്മൾ ഈ കേട്ടിരുന്ന ധൂർത്തും കടക്കണിയും അതല്ല നമ്മൾ കേട്ടത്. നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ കേന്ദ്ര സർക്കാരിന് എടുക്കുന്ന സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പണത്തിൻ്റെ കുറവ് വന്നതുകൊണ്ട് കൂടി അദ്ദേഹം അത് 2ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് ഒരുമിച്ച് വായിക്കാനുള്ള ബോധം നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. അവരൊരു ഒരുമിച്ച് വായിച്ച് കാണുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ കണക്കുകളെക്കുറിച്ചൊന്നും ബോധ്യമില്ലാതെയാണ് പഠിച്ചിട്ട് പറയുന്ന ആൾ എന്നുള്ള ഒരു പേര് സ്വയം ഉണ്ടാക്കിയെടുത്ത VD സതീശൻ അന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കണക്കുകളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ആണെന്നുള്ളതാണ്. ശ്രീ ബാലഗോപാൽ സംസാരിക്കുമ്പം അദ്ദേഹം നുണ എന്ന് പറഞ്ഞില്ലെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ശ്രീ സതീശൻ നാട്ടുകാരോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ